നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗോവിന്ദസ്വാമിയെ പിടികൂടുക എന്നതായിരുന്നു. കേരള പോലീസ് അത് വളരെ വിജയകരമായി സാധിച്ചിരിക്കുന്നു. ഗോവിന്ദസ്വാമിയെ പിടികൂടിയിരിക്കുന്നു. ഇനി നമുക്കറിയാനുള്ളത് ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടം എങ്ങനെ സംഭവിച്ചു എന്നതാണ്. ഈ ആക്സോ ബ്ലേഡുകൾ, ഈ ജയിൽ അഴികൾ മുറിക്കാനുള്ള ആക്സോ ബ്ലേഡുകൾ എങ്ങനെ കിട്ടി, അവിടെ നിന്ന് ഈ പുറത്തേക്ക് ഇറങ്ങാൻ എങ്ങനെ സാധിച്ചു, ആ മതിൽ ചാടാൻ ഉപയോഗിച്ച തുണികളൊക്കെ എവിടുന്ന് കിട്ടി, ഏതൊക്കെ സഹായമാണ് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യമാണ് നമുക്കിനി അടുത്തതറിയാനുള്ളത്. ആ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ചെയ്യുന്ന ചോദ്യം ചെയ്യൽ വെളിച്ചം വീശും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ സന്തോഷ്? തീർച്ചയായും അതുതന്നെയാണ് നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്. ഈ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തും. നിർണായകമായിട്ടുള്ള വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഈ ഗോവിന്ദസ്വാമിയുടെ ആസൂത്രണം എന്തായിരുന്നു, ഗോവിന്ദസ്വാമിക്ക് സഹായം ലഭിച്ചത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ്, എല്ലാ കാര്യങ്ങളും ജയിലിനകത്ത് നിന്നാണോ പുറത്തു നിന്നാണോ സഹായം ലഭിച്ചത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അന്വേഷിച്ച് പോലീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഏതായാലും കേരള പോലീസിൻ്റെ അന്വേഷണ ചരിത്രത്തിലെ മറ്റൊരു പൊൻതൂവലാണ് ജയിൽ ചാടിയ ഗോവിന്ദസ്വാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായി എന്നുള്ള, മണിക്കൂറിനകം വലയിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. കേരള പോലീസിന്റെ പഴുതടച്ച അന്വേഷണ മികവ്, എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, ശാസ്ത്രീയമായ സംവിധാനവും പോലീസിന്റെ അന്വേഷണാത്മകമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ പോലീസ് ഈ പ്രതി ഗോവിന്ദസ്വാമിയെ മണിക്കൂറുകൾക്കകം പിടിയിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇതിനെ പിന്തുടർന്ന സമയത്തുള്ള ചില കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു ഘട്ടത്തിൽ ഈ തളാപ്പിൽ നിന്നും CCTV ദൃശ്യം കിട്ടുകയും ദൃക്സാക്ഷി മൊഴി കിട്ടുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ചില പ്രദേശവാസികൾ ഒരുപക്ഷെ 1.5 കിലോമീറ്റർ അപ്പുറത്തേക്കുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ഗോവിന്ദസ്വാമി എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ നിന്നും പക്ഷേ അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഒരു പോലീസുകാരൻ പറഞ്ഞത്, അദ്ദേഹം വളരെ അതിൻ്റെ സമയം പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിനുള്ള സമയം പോലീസ് ഗോവിന്ദസ്വാമിക്ക് ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. ഗോവിന്ദസ്വാമി എത്ര വേഗത്തിൽ ഓടിയാലും ഈ മിനിറ്റിനുള്ളിൽ, ഏതാണ്ട് 13 മിനിറ്റോ എങ്ങാനാണ് സമയം പറഞ്ഞത്, അതിനുള്ളിൽ അവിടേക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് ഒരു 1/2 കിലോമീറ്റർ റേഡിയസിനകത്ത് തന്നെ ഗോവിന്ദസ്വാമി ഉണ്ടാകും എന്നുള്ളത് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. ആ പറഞ്ഞതുപോലെ തന്നെയാണ്, ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഗോവിന്ദസ്വാമിയെ പോലീസ് പിടികൂടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ എല്ലാ നീക്കങ്ങളും വളരെ കൃത്യമായിരുന്നു. മനു, ഈ നഗരത്തിന് നടുവിലുള്ള പ്രദേശമാണോ തളാപ്പ് എന്ന് പറയുന്നത് സന്തോഷ്? അതായത് ഇത് കണ്ണൂരിൻ്റെ നഗരത്തിലുള്ള പ്രദേശം തന്നെയാണ്. നഗരത്തിൽ നിന്നും, അതായത് നമ്മുടെ ദേശീയപാത 66 കടന്നു പോകുന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് മാറി ഒരു ചെറിയ റോഡ്, AKG ആശുപത്രിക്ക് മുന്നിൽ നിന്നും വലത്തേക്ക് പോകുന്ന റോഡാണ്. അവിടെ, അതായത് നഗരകേന്ദ്രം തന്നെ എന്ന് പറയാം. അവിടെയാണ് പ്രധാനപ്പെട്ട DCC ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഉള്ളത്. അവിടെയാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഈ കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും വീടുകളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ അതിനിടയിൽ തന്നെ ചില കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങൾ കൂടിയുണ്ട്. അത് പല സ്ഥലങ്ങളും കേസിൽപ്പെട്ട് കിടക്കുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ കഴിയാതെ കേസിൽപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ ഗോവിന്ദസ്വാമി ഒളിക്കാനായി തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അവിടെ നിന്നും പിന്നീട് ഒരു ജനവാസ മേഖലയും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളും ആളുകളുടെ വീടുകളുമുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് ഈ പ്രതിയെ ഒരു കിണറിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ പോലീസ് കണ്ടെത്തിയത്. പോലീസിന്റെ ഒരു അരിച്ചുപുറക്കിയുള്ള അന്വേഷണം നമ്മൾ കണ്ടിരുന്നു. എല്ലാ വീടുകളിലും കയറി, എല്ലാ വീടുകളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച്, ഒഴിഞ്ഞ കെട്ടിടങ്ങളും കാടും അതിസാഹസികമായി നമ്മളും അതിനൊപ്പം തന്നെ സഞ്ചരിച്ചിരുന്നു. നമ്മുടെ ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിയെല്ലാം വലിയ സാഹസമാണ് ഈ കാര്യത്തിൽ എടുത്തത് എന്നുള്ളത് പറയാതെ പോകാൻ കഴിയില്ല. കാരണം ഈ മതിലെല്ലാം ചാടിക്കടന്ന് ഈ കാട്ടിലൂടെ നടന്ന് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുക വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഈ ദൃശ്യങ്ങളും മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവരുടെ ഒപ്പം തന്നെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്തത്. അങ്ങനെ ഒരു തരത്തിലും വിശ്രമമില്ലാത്ത ഈ വിവരം ലഭിച്ചത് മുതൽ വിശ്രമമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ ഈ പ്രതിയെ, ഗോവിന്ദസ്വാമി എന്ന കൊടും കുറ്റവാളിയെ പിടിയിൽ വളരെ വേഗത്തിൽ അകത്താക്കാൻ, വീണ്ടും പിടിയിൽ ആക്കാൻ പോലീസിന് കഴിഞ്ഞത്. മനു, സന്തോഷ്, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ തുടർ നിയമ നടപടികളാണല്ലോ. ഇനിയിപ്പോൾ പുതിയ കേസ് ജയിൽ ചാട്ടത്തിനടക്കം രജിസ്റ്റർ ചെയ്ത് ആ രീതിയിൽ കോടതിയിലടക്കം ഹാജരാക്കി അതിൻ്റെതായ വിചാരണ നടപടികളും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെയല്ലേ പോകുന്നത്? അങ്ങനെയാണോ അതിൻ്റെ ഒരു നിയമപരമായ നടപടിക്രമം എന്ന് പറയുന്നത്? അതിൻ്റെ നിയമപരമായ നടപടിക്രമം അങ്ങനെയാണ്. കാരണം ജയിൽ ചാട്ടം ഉണ്ടായ ഉടനെ ഈ ജയിൽ ചാട്ടം കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. FIR രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കുന്നതും അതിനുശേഷമുള്ള മറ്റ് നടപടിക്രമങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോവുകയും ചെയ്യുന്നത്. ഇനി ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വേണം വീണ്ടും ജയിലിലേക്ക് അയക്കാൻ. ഏതായാലും പോലീസ് അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ജയിലിൽ നിന്നുൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യലെല്ലാം തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ
സഹതടവുകാരെ ഉൾപ്പെടെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ജയിലിലെ ഉദ്യോഗസ്ഥരെ, ജീവനക്കാരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു കേസ് പോലീസിന്റെ ഒരു അഭിമാന പ്രശ്നമായി തന്നെയാണ് കേരള പോലീസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്.